Hello, welcome to your beautiful. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ വീഡിയോന്. അതിനു മുന്നേ വീഡിയോയിലേക്ക് കിടക്കണേക്ക് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് ബേബി പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് എൻ്റെ 3 കുട്ടികൾക്കും എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഡോക്ടറല്ല, ഞാൻ സ്കിൻ എക്സ്പേർട്ടും അല്ല, ഞാൻ ഒരു എക്സ്പേർട്ടും അല്ല, ഞാൻ പീഡിയാട്രിഷ്യനും അല്ല, ഞാൻ ഒന്നുമല്ല. ഓക്കെ, ഐ എം ജസ്റ്റ് എ മദർ. അത് കാരണം എനിക്ക് എന്താ ശരിയായിട്ട് തോന്നണേന്ന് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ എന്നോട് ചില കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞത്, അതിൽ ഞാൻ ഏതാ ചെയ്യുന്നത് അത് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ചോദിച്ച കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണേന്ന് ഞാൻ ഷെയർ ചെയ്യണു. നിങ്ങളോട് ഇത് തന്നെ ചെയ്യണം, ഇത് തന്നെ ഫോളോ ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളും അമ്മമാരാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാം. ഓൺലൈനിൽ കുറെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്ന പോലെ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണു, അത്രേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്കും ഷെയർ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ട്വിന്നിന്റെ വീഡിയോന്റെ അവരുടെ ഭക്ഷണ രീതി ഷെയർ ചെയ്തില്ലേ, അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നല്ല. ഇത് ഞാനൊരു ട്യൂട്ടോറിയൽ പോലെ ഒരു ക്ലാസ് എടുക്കല്ല ഞാൻ. ഓക്കെ, ജസ്റ്റ് ഒരു ഫ്രണ്ട് ഇരുന്ന് നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം ഈ ഒരു ടോപ്പിക് അങ്ങനത്തെയാണ്, കുറച്ച് സെൻസിറ്റീവ് ടോപ്പിക്കാണ് നമ്മളെല്ലാ അമ്മമാർക്കും, റൈറ്റ്? സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ദെൻ പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. ഏത് പ്രോഡക്ട്സ് ആണ് നല്ലത്, ബേബീസിന് ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ സജസ്റ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല. എനിക്ക് ഒരു നോളേജും ഇല്ല. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ വേണ്ടേ, ഇതൊക്കെയാണ് ശരി, ഇതിൽ പാടില്ല എന്നുള്ള എനിക്ക് അത്ര നോളേജ് ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറല്ല. പിന്നെ പ്രോഡക്റ്റ് എന്ന സജഷൻ നിങ്ങൾ അമ്മമാർക്ക് ഈ വീഡിയോ ഒന്ന് കാര്യമായിട്ട് നിങ്ങൾ കുറെ എക്സ്പെക്ട് ചെയ്യും, ഇതിപ്പോ റിൻസിപ്പ് ഇത് സജസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെയല്ല, ഞാൻ ഒരു സജഷൻസും ഇതിൽ തരുന്നില്ല. ഈ വീഡിയോ ഞാൻ കൂടുതലും സ്പെസിഫൈ ചെയ്യാനുള്ളത് എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാണ്, എനിക്കും അതാണ് ശരിയെന്ന് തോന്നുന്നു. കാരണം ഞാനും ഓൺലൈനിൽ ഇങ്ങനെ കുറെ ആർട്ടിക്കിൾസ് വായിക്കാറുണ്ട്. സോ നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ബേബീസിന് എന്താ ചെയ്യുന്നത്, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ആദ്യത്തെ ബേബി ഉണ്ടായിരുന്നപ്പോൾ, അതും കുറച്ച് നാൾ മുന്നേ, ട്വിൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടും കുറച്ച് നാൾ മുന്നേ വരെ ഞാൻ ബേബി പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബേബി പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ സേഫ് ആണെന്ന് കരുതുന്ന ബ്രാൻഡ്സ് നമ്മൾ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അന്നും എൻ്റെ മൂത്ത മോനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിക്കുമ്പോൾ, ഡോക്ടർ ഞാൻ എന്ത് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, എന്ത് ക്രീമാണ് യൂസ് ചെയ്യേണ്ടത്, ഡോക്ടർ പറയും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴും നമ്മളൊരു സമാധാനക്കേട്. അപ്പൊ അന്നൊക്കെ നമ്മൾ ഹിമാലയ ആണ് ഭയങ്കര സേഫ് ബ്രാൻഡ് എന്ന്. ഇപ്പൊ സേഫ് അല്ല എന്നല്ല ഞാൻ പറയണേ. അപ്പൊ ഞാൻ അന്ന് യൂസ് ചെയ്യേണ്ടായിരുന്നത് ഹിമാലയ പ്രോഡക്ട്സ് ആയിരുന്നു എൻ്റെ മോന്. ട്വിൻസോൾക്കും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയണേ, യൂസ് ചെയ്തിട്ടുണ്ട്. അമ്മമാർക്ക് നമ്മുടെ ബേബീസിന് എപ്പോഴും ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണ് നമ്മൾ അമ്മമാര്. അത് കാരണം നമ്മൾക്ക് തോന്നും, അയ്യോ നമ്മുടെ മോനെ ഒന്നും തേക്കാൻ മേടിച്ചില്ലല്ലോ, മോനെ ഇത് മേടിച്ചില്ലല്ലോ, നമുക്ക് മേടിക്കുന്നുണ്ട്, അവനൊന്നും മേടിച്ചില്ലല്ലോ എന്നുള്ളത്. ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കും. അപ്പൊ എൻ്റെ ഒരു അഡ്വൈസ്, ഞാനും ഇപ്പോ അതേപോലെ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് അന്ന് ഞാൻ പറയാം, അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ കഴിവതും പൗഡർ യൂസ് ചെയ്യേണ്ട, ക്രീംസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മോന് വല്ല സ്കിൻ കണ്ടീഷൻസ് ഉണ്ടോ, വല്ല പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ല. എന്നിട്ടും നമ്മളത് കേൾക്കാണ്ട് ക്രീംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്വിൻസോൾക്കും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ബേബി എപ്പോഴും നല്ല മണവും നല്ല ക്രീംസൊക്കെ തേച്ച് നടക്കണം. മറ്റുള്ള അമ്മമാരുടെ പോലെ തന്നെ നമ്മളും അങ്ങനെ ഭയങ്കര ഭയങ്കര കെയറിംഗ് ഒക്കെ ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നാട്ടില് വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ആട്ടിയിട്ടുള്ള വെന്ത വെളിച്ചെണ്ണയാണ് ഞാൻ എൻ്റെ 3 പേർക്കും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ വെന്ത വെളിച്ചെണ്ണയാണ്. എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് ഈ വെന്ത വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയും. ഓൺലൈൻ ചിലപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലത് കിട്ടും. പക്ഷെ ഇത് ഞങ്ങൾ വീട്ടിലാട്ടിയതാണ്. ഞാനല്ല, എൻ്റെ മദർ ഇൻ ലോ, റിലേറ്റീവ്സ് അവരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അത് സ്കിന്നിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പച്ചമഞ്ഞളില്ലേ, അതും നാട്ടിൽ നിന്ന്. ഞാനപ്പോൾ എൻ്റെ ഡെലിവറി ഒക്കെ ബാംഗ്ലൂർ തന്നെയായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ മദർ ഇൻ ലോ, ഹസ്ബൻഡൊക്കെ നാട്ടിൽ പോകുമ്പോൾ അവർ പച്ചമഞ്ഞൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയിൽ അരച്ചിട്ട് ഈ എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ബോഡിയിൽ വെച്ചിട്ട് കുളിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ അതേപോലെ ഓലിവ് ഓയിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ നാച്ചുറൽ കാര്യങ്ങൾ നാട്ടിലുള്ളവരും യൂസ് ചെയ്യുന്നതാണ്, ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുളി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്, നമ്മൾ ക്രീംസ് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനും കുറച്ച് നാൾ മുന്നേ വരെ ഞാനും അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ കംപ്ലീറ്റ് നിർത്തി. ഈ ഓലിവ് ഓയിൽ ഉണ്ട് വീട്ടില്, ഈ വെന്ത വെളിച്ചെണ്ണ ഉണ്ട് വീട്ടില്, ഇപ്പോഴും അത് തന്നെയാണ് തേക്കണേ. സോ ഈ ഓയിൽസ് ഒക്കെയാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മക്കൾക്ക് ഡ്രൈ സ്കിൻ ഒന്നുമില്ല, എന്നാലും ഞാൻ ഈ ഓയിൽസ് ആണ് യൂസ് ചെയ്യണേ. പിന്നെ ഇടയ്ക്ക് ഈ മഞ്ഞളും തേച്ചിട്ട്, ഇടയ്ക്ക് എന്ന് വെച്ചാൽ വല്ലപ്പോഴും മഞ്ഞളും വെറുതെ തേക്കുക. കാരണം മഞ്ഞൾ നമ്മൾ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരാണ്ടിരിക്കാൻ മഞ്ഞൾ നല്ലതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ എങ്ങനെയാണ് ഈ എണ്ണൊക്കെ തേച്ച് കുളിപ്പിച്ച് കളയാറ്? ഡോക്ടർ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഒരു പ്രോഡക്ട്സും യൂസ് ചെയ്യേണ്ടെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് കുളിപ്പിക്കുമ്പോൾ എന്തെങ്കിലും യൂസ് ചെയ്യണ്ടേ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, അന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡവ് യൂസ് ചെയ്തോ. അപ്പൊ ഡവിന്റെ ബേബി സോപ്പ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. അപ്പൊ ഡോക്ടർ പറയുന്നത് തലയ്ക്കും സോപ്പിനെ യൂസ് ചെയ്താൽ മതി. സോഫ്റ്റ് സെൻസ് ബേബി ഷാംപൂ ആൻഡ് ബേബി ലോഷൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ലോഷൻ ഞാൻ ഉണ്ണികൾക്ക് ഇപ്പൊ തൊടിപ്പിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മൾ വലിയവർക്കും ഈ പാരബൻസ് ഉള്ളത് നല്ലതല്ല. അപ്പൊ ഈ കുട്ടികളുടെ പ്രോഡക്ട്സിൽ ഈ പാരബൻ, സോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ വായിച്ചപ്പോൾ എനിത്തിങ് എൻഡിങ് വിത്ത് പാരബൻ ഇസ് നോട്ട് സേഫ്. നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെയാണ് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് കുട്ടികളുടെ പ്രോഡക്ട്സിൽ. സോ അത് ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് ഓൾവേസ് അവൈലബിൾ ദെയർ. ഇതിൽ പാരബൻ എൻഡിങ് ഉള്ളത് 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് വായിച്ചേ പിന്നെ ഞാൻ ഇത് തൊടിയിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ണികൾക്ക് നല്ലൊരു ക്രീം അല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാനിത് മേടിച്ചത്. പക്ഷെ ഞാനത് യൂസ് ചെയ്യുന്നില്ല. സോ ഞാനിപ്പോൾ പറഞ്ഞു കുറച്ച് നാളായിട്ട് ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുളിക്കാൻ സോപ്പ് ഞാൻ പറഞ്ഞത്. സോ അത്രേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ തലയിൽ തേക്കാൻ ഞാൻ മുടിക്കായിട്ട് ഞാൻ സോഫ്റ്റ് സെൻസ് ബേബി ഷാംപൂ ടിയർ ഫ്രീ ആണ് വാങ്ങിച്ചത്. ഇതിൽ പാരബൻസ് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും നിങ്ങൾ റിസർച്ച് ഓൺലൈൻ വായിച്ചു നോക്കിയാൽ ഈ ഫ്രേഗ്രൻസ് ഉള്ള പ്രോഡക്ട്സ്, ഈ ഫ്രേഗ്രൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് സീംസ് ഈ ഫ്രേഗ്രൻസ് എന്ന് പറയുന്ന സാധനം വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ചെയ്തിട്ടാണ് ഈ ഫ്രേഗ്രൻസ് കിട്ടുന്നത്. അതായത് ഈ പ്രോഡക്റ്റിനൊരു മണത്തിന് വേണ്ടിയിട്ട്. സോ അത് ഉള്ളതും അത്ര നല്ലതല്ല കുട്ടികളുടെ പ്രോഡക്ട്സിൽ. സോ ഈ ഫ്രേഗ്രൻസ് ഉള്ള കാരണം പാരബൻസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി അത് മെൻഷൻ ചെയ്യാണ്ടിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പ്രോഡക്ട്സ് നിങ്ങളൊന്നും വാങ്ങിക്കരുത്, അങ്ങനെ ഞാൻ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ല പറയുന്നത്. പക്ഷെ ഞാൻ ഇനി ഇത് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിയായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം. സോ അതാണ് ഈ ബേബി ഷാമ്പൂവിനെ പറ്റിയിട്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നന്നായി മുടിയിലത്തെ എന്താ പറയുക, നന്നായി എണ്ണയൊക്കെ നന്നായി പോകുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണേ, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മുടി തോന്നുന്നുണ്ട്. ആൻഡ് ഈ ലോഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മോയ്സ്ചറൈസിങ് ആണ്, ഭയങ്കര ഒരു സ്ട്രോങ് ഫ്രേഗ്രൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബേബി പ്രോഡക്ട്സിന് ഇത്ര സ്ട്രോങ് ഫ്രേഗ്രൻസിന്റെ ഒരു ആവശ്യമില്ല. ഇതിൽ ഷിയർ ബട്ടർ ഉണ്ട്, ആ ഷിയർ ബട്ടറിന്റെയും ഒരു വെനില കൈൻഡ് ഓഫ് സ്മെല്ല്, മിൽക്ക് ക്രീം ഉണ്ട് എന്നൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ അലർജനിക്, ടെസ്റ്റഡ് ഫോർ മൈൽഡ്നെസ് എന്നൊക്കെ ഉണ്ട്. എന്നാലും ഇതിൽ പാരബൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതോടുകൂടി ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ഞാൻ ഈ പാരബൻ ഫ്രീ പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ അവീനോ എന്ന് പറഞ്ഞത് വേറെ കുറേ ഉണ്ട്. ഈ അവീനോ എന്ന് പറഞ്ഞ ബ്രാൻഡ്സ് ഞാൻ ചിലത് നോക്കിയപ്പോൾ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണ്. പക്ഷെ ഇപ്പൊ ഈ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ സജസ്റ്റ് ചെയ്യണ കാരണം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഒന്നും യൂസ് ചെയ്യില്ല എന്ന്. ഇനിയിപ്പോൾ അത്രയും അത്യാവശ്യമാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരെഴുതി തരുന്നത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. വെന്ത വെളിച്ചെണ്ണ ഞാൻ തലയിലും മോന് തേക്കാറുണ്ട്. ഈ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അതില് ചെത്തിപ്പൂവ തെച്ചിപ്പൂവ പറയാം, ആ ചോന്ന പൂവ് ഒരു 5 പെറ്റലുള്ളത് ഇങ്ങനെ ഒരു വാലായിട്ട് അതിന്റെ തേൻ നമ്മൾ കുടിക്കുന്നത് ആ പൂവട്ട, അതും അതിലിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് പറയും. അപ്പോൾ അതും നല്ലതാന്നൊക്കെ പറയാറുണ്ട്. പിന്നെ റാഷസ് ഒരു പ്രശ്നമാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെ. അപ്പൊ ഇതിനും ഞാൻ നാട്ടില് ഇപ്പൊ എന്റെ മൂത്ത മോന് ഏത് ബ്രാൻഡിന്റെയും ഞങ്ങൾ ഡൈപ്പേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഏത് ബ്രാൻഡ് യൂസ് ചെയ്യാം. പിന്നെ യാത്രകളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല, ഏത് ട്രൈ ചെയ്താലും അവന് റാഷസ് വരാറുണ്ട്. റാഷസ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടല്ല, പക്ഷെ അത് വെച്ചിരുന്നാൽ അത് കൂടി വരാറുണ്ട്. അത് കാരണം ഞാൻ നാട്ടിലെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യണം, കാരണം എനിക്ക് പറ്റില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, നാപ്പി യൂസ് ചെയ്യരുത്, ഡൈപ്പർ യൂസ് ചെയ്യരുത്, തുണി യൂസ് ചെയ്താൽ മതിയെന്ന്. അപ്പൊ ഈ യാത്രയിലേക്ക് പോകുമ്പോൾ ഡോക്ടറിന് പറയാനത് സുഖമാണ്. ഇപ്പൊ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. വീട്ടിൽ എന്റെ മോനെ ഞാൻ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യാറുമില്ല. ഇപ്പൊ ട്വിൻസോൾക്ക് ഇപ്പൊ 2 പേര് ഇത്തിരി ബുദ്ധിമുട്ടായ കാരണം ഞാൻ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പം മോർണിംഗ് യൂസ് ചെയ്യുന്നില്ല, രാത്രി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.
പക്ഷെ റൈൻ എന്ന് പറയുന്നത് മൂത്ത മോനാണ്. സോ മൂത്ത മോന് ഞാൻ വീട്ടിൽ ഒരുവിധം നാപ്പി ഒഴിവാക്കാറുണ്ടായിരുന്നു, ഡൈപ്പേഴ്സ് ഒഴിവാക്കാറുണ്ടായിരുന്നു. പക്ഷെ യാത്രകളിൽ പോകുമ്പോൾ എന്തായാലും നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയിട്ട് വരാറുണ്ടായിരുന്നു. സോ അതെനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിത് കെട്ടി കൊടുക്കാണ്, മോനത് അവിടെ ഇങ്ങനെ ബ്രെഡായിട്ട് കിടക്കാണ്. സോ നമുക്ക് വിഷമാവുമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമല്ലോ. സോ അന്ന് ഞാൻ ഹിമാലയയുടെ ബേബി ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ടും അവന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ വെളിച്ചെണ്ണ പറ്റാം. അപ്പൊ വീട്ടില് നിക്കറൊക്കെ എന്താ പറയാ നാപ്പീസ് ഇടാത്ത സമയത്ത് വെളിച്ചെണ്ണ പറ്റിയിട്ട് വിടാറുണ്ട്. എന്നാലും അവനത് കുറയുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിന്റെ കസിൻ വന്നിട്ട് ഞങ്ങൾക്കൊരു ക്രീം തന്നു. സോ അതും നല്ലൊരു ബ്രാൻഡാണ്, അത് യൂറോപ്പിൽ കിട്ടും. എനിക്ക് വെലഡ എന്ന് പറഞ്ഞിട്ടൊരു വിത്ത് കാലൻഡുല എക്സ്ട്രാക്ട്സ് ആണ് അത്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആ ക്രീമിന്റെ ആ ഒരു അതിന് അത്ര സ്മെല്ലില്ല, ഒരു തിക്ക് കൺസിസ്റ്റൻസി ക്രീമാണ്. സോ അത് ഒരു ദിവസം പെരട്ടി ഉടനെ അവന് പിറ്റേ ദിവസം ആ റാഷ് ഡിസപ്പിയർ ആയി. ലൈക്ക് അത്രയും വേഗമായിരുന്നു അതിന്റെ ഒരു എഫക്റ്റ്. പിന്നെ അതും സേഫ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വെലഡ എന്ന് പറഞ്ഞത്. പിന്നെ അപ്പൊ ഞാൻ ട്വിൻസോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി ഇത് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഓൺലൈൻ ഇതിന്റെ പ്രൈസസ് നോക്കുമ്പോൾ നമ്മൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് കുറെ ആ ഒറിജിനൽ പ്രൈസിനേക്കാളും കുറെ ഇൻക്രീസ് ചെയ്തിട്ടാണ് ഈ പ്രൈസ് ഇടുന്നത്. അപ്പൊ ഞാൻ ഈ വെല്ലഡേന്റെ പോലത്തെ വല്ല ക്രീം ഉണ്ടോ? സോ എനിക്ക് ഈ വെല്ലഡ ക്രീം വന്നിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി, അതിന്റെ കൺസിസ്റ്റൻസി എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അത് കാരണം പിന്നെ കാലൻഡുല എക്സ്ട്രാക്ട്സ്. അപ്പൊ ഞാൻ കാലൻഡുല എക്സ്ട്രാക്ട്സ് ഉള്ള ബേബി പ്രോഡക്ട്സ് ഇങ്ങനെ കുറെ ഓൺലൈൻ നോക്കി. ഇനി ട്വിൻസോൾക്ക് ഇത് ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സോ ട്വിൻസിലത്തെ ഒരാൾക്ക് ഇടയ്ക്ക് റാഷസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്റെ ട്വിൻസുകൾക്ക് ഉറക്കത്തിരി കുറവായിരുന്നു. സോ ഞങ്ങള് തുണി കുറവായിരുന്നു യൂസ് ചെയ്യേണ്ടായിരുന്നത്, ഡൈപ്പേഴ്സ് ആയിരുന്നു കൂടുതലും. ഞാൻ നിങ്ങളോട് ഡൈപ്പേഴ്സ് തന്നെ യൂസ് ചെയ്യണം എന്നല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യേണ്ടി വന്നു കാരണം എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. കാരണം ഇവർക്ക് ഉറക്കം കുറവായിരുന്നു. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത ആളും എനിക്കും. സോ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു ആ സമയത്ത്. അത് കാരണം ഞാൻ പിന്നെ തുണി മാറ്റിയിട്ട് ഡൈപ്പേഴ്സ് ആക്കി. വന്നപ്പോൾ ഞാൻ ഓൺലൈനിൽ ഈ മദർ കെയറിന്റെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മദർ കെയർ ബേബി പ്രോഡക്ട്സിന്റെ ഒരു ബ്രാൻഡാണ് ഓൾ മദർ കെയർ സ്പെഷ്യലിസ്റ്റ്. ഇതിൽ പാരബൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇനി ഇതിലും വേറെ വല്ല കാര്യങ്ങള് അൺസേഫ് ഉള്ളതുണ്ടോന്ന് എനിക്കറിയില്ല. ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഇപ്പൊ ഈ ക്രീം വന്നിട്ട് midwife tested hypoallergenic, unlikely to cause allergy, dermatologically tested, അങ്ങനെ മെയ്ഡ് ഇൻ UK, മദർ കെയർ ബ്ലബ്ലബ്ലാ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ റിവ്യൂവിൽ വായിച്ചപ്പോൾ, റിവ്യൂ എന്ന് വെച്ചാൽ ഈ ആമസോണിൽ വാങ്ങിക്കുമ്പോഴുള്ള റിവ്യൂസ് ഉണ്ടല്ലോ, സോ അതിലാണ് ഒരാൾ പറഞ്ഞു ഇതിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കാണ്, സ്പ്രെഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോൾ ഈ വെല്ലഡ ക്രീമിന്റെ വല്ല ഇൻഗ്രീഡിയൻസ് ഇതിലും ഉണ്ടാവും. സോ ലെറ്റ് മീ ട്രൈ ദിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്താണ്. മദർ കെയർ വേറെ റിവ്യൂസ് വായിച്ചപ്പോഴും മദർ കെയറിന് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. അത് കാരണം ഞാനിത് ട്രൈ ചെയ്തു. ഇതും ആ ക്രീം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം പരറ്റി ഉടനെ പിറ്റേ ദിവസം റാഷസ് കുറഞ്ഞു. കംപ്ലീറ്റ് ഡിസപ്പിയർ എന്നല്ല, കുറഞ്ഞു. പിന്നെ അതിന്റെ രണ്ടാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് പോയി. സോ അതേ പിന്നെ എനിക്കിത് അധികം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ വല്ലപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി, അങ്ങനെ വളരെ കുറവാണ്. സോ അത് കാരണം ഇതിൽ ഇപ്പോഴും നിറച്ച് ക്രീം ഉണ്ട്. ഇതില് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ. സ്മെല്ലും ഇല്ല. എപ്പോഴും സ്മെല്ലില്ലാത്ത പ്രോഡക്ട്സ് ആണ് നല്ലതെന്ന് പറയില്ലേ, ദാറ്റ്സ് ട്രൂ. ഇത് ഭയങ്കര തിക്കാണ്. ഈ നമ്മുടെ ഒരു സൺസ്ക്രീനില്ലേ, സൺസ്ക്രീനിനേക്കാളും ഒരുപാട് തിക്കായ ഒരു കൺസിസ്റ്റൻസി ആണ് ഇത്. സോ ഐ വാസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. റാഷസിന് ഒരു സൊല്യൂഷൻ കിട്ടിയല്ലോ എന്നുള്ളതായി. പിന്നെ അതേപോലെ ഇപ്പൊ ഞാൻ പൗഡർ തീരെ തൊടിക്കാറില്ല. ഇപ്പൊ ഞാനാണ് ഇപ്പൊ ഈ പൗഡർ യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം എനിക്ക് കോമ്പാക്ട് സൂട്ട് ആവുന്നില്ല എന്ന്. അത് കാരണം ഞാനിപ്പോ ഈ പൗഡറാണ് ഇടാറ്. അതായത് സൺസ്ക്രീൻ ഇട്ടിട്ട് പിന്നെ ഭയങ്കര ഓയിലി ആയിട്ട് ഇരിക്കുമ്പോൾ, ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിപ്പോ ഭയങ്കര ഓയിലി ആയിട്ട് ഫേസ് തോന്നുകയാണെങ്കിൽ അപ്പൊ വെറുതെ ഇതുകൊണ്ടൊന്ന് ടച്ചപ്പ് ചെയ്യും. സോ അതങ്ങനെ. സോ കഴിവതും നിങ്ങൾ, എൻ്റെ ഒരു സജഷൻ, ഞാൻ നിങ്ങളെ ചേച്ചി ഒരു ഫ്രണ്ടിനെ പോലെയാണ്, ചേച്ചി സ്വന്തം ചേച്ചിയുടെ പോലെയാണെന്നൊക്കെ പറയുന്നില്ലേ, അത് കാരണം ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തരാന്ന്. നിങ്ങളും എന്നോട് ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളും കഴിവതും ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒഴിവാക്കുക. എത്ര സേഫാന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കിക്കോളൂ. പിന്നെ നിങ്ങളുടെ ബേബിക്ക് അങ്ങനെ പ്രോഡക്റ്റ് യൂസ് ചെയ്തേ പറ്റൂ, അങ്ങനത്തെ വല്ല സ്കിൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം അവരെഴുതി തരുന്നത് മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വെറുതെ സജഷൻസ് തരുന്നു മാത്രം. ബദാം ഓയിൽ, ഓലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, അങ്ങനത്തെ ഈ നല്ല നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതാണ് നമ്മുടെ ബേബിയുടെ ഹെൽത്തിന് നല്ലത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ഇന്ന് സെലക്ട് ചെയ്ത കമൻറ്റ് കാണാം. മുർഷി റഹ്മാന് സ്പെഷ്യൽ ഹായ്. കമൻറ്റ് വന്നിട്ട് നമിത കൃഷ്ണജിത്ത് ആൻഡ് അപ്സര നായർ. താങ്ക് യു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സീ യു. ബൈ.